2025 ജനുവരി 1 മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ 8 മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് അതായത് EPF പെൻഷൻകാർക്ക് രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും പെൻഷൻ വാങ്ങാവുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം ഇന്നു മുതൽ രാജ്യത്ത് നടപ്പാകും. ആദ്യ പെൻഷൻ വാങ്ങുമ്പോൾ ബാങ്കിലെത്തി സാക്ഷ്യപ്പെടുത്തണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്. താമസ സ്ഥലം മാറുമ്പോൾ അവിടുത്തെ PF ഓഫീസിലെത്തി പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകേണ്ട. പെൻഷൻ അക്കൗണ്ട് പുതിയ ബാങ്കിലേക്കോ ബാങ്ക് ശാഖയിലേക്കോ മാറ്റേണ്ട ആവശ്യവുമില്ല. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് പ്രമുഖ കാറുകളുടെ വിലയിൽ 3 മുതൽ 5% വരെ വർധനവുണ്ടാകും. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഹുണ്ടായി, മാരുതി സുസുക്കി, ടൊയോട്ട, MG മോട്ടോഴ്സ്, നിസാൻ, മെഴ്സിഡസ് ബെൻസ്, BMW, ഓഡി എന്നീ കമ്പനികളെല്ലാം വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം PSCയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. PSC നടത്തുന്ന അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർ തീയതി മാറ്റിക്കിട്ടാൻ ജനുവരി 1 മുതൽ പ്രൊഫൈൽ വഴി അപേക്ഷ നൽകണം. തപാൽ, ഇമെയിൽ വഴിയുള്ള അപേക്ഷകൾ പരിഗണിക്കില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാധാരണ ഫോൺ അതായത് ഫീച്ചർ ഫോൺ ഉപയോഗിച്ച് 10,000 രൂപ വരെയുള്ള പണമിടപാട് നടത്താൻ UPI 123 പേ സംവിധാനത്തിലൂടെ സാധിക്കും. ഇത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഇല്ലാത്തവർക്ക് ഉപകാരപ്രദമായ ഒരു ഫോൺ പണമിടപാടാണിത്. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് GST പോർട്ടൽ ഇരട്ടി സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. GST പോർട്ടലിലെ ഇടപാടുകാർക്ക് കൂടുതൽ സുരക്ഷയ്ക്കായി ലോഗിൻ രീതിയിൽ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ അതായത് SMS ഒതന്റിക്കേഷൻ ആണ് ഇന്നു മുതൽ നടപ്പാക്കുന്നത്. പാസ്വേഡിന് പുറമെ ഫോണിലെത്തുന്ന വൺ ടൈം പാസ്വേഡ് കൂടി നൽകേണ്ടി വരും. 20 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള ബിസിനസ്സുകാർക്ക് ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരും. 5 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള ആളുകൾക്ക് ഫെബ്രുവരി 1 മുതലും GST രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും ഏപ്രിൽ 1 മുതലും ഇത് പൂർണ്ണമായിട്ടും ബാധകമാകും. ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈടില്ലാത്ത ഒരു വായ്പയെക്കുറിച്ചാണ്. 2 ലക്ഷം രൂപ വരെയുള്ള കൃഷി വായ്പക്ക് ഈട് വേണ്ട എന്ന് RBI വ്യവസ്ഥ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വായ്പാ പരിധി 1.6 ലക്ഷം എന്നത് 2 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. എട്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാംസങ്, സോണി, LG അടക്കമുള്ള കമ്പനികളുടെ പഴയ ഫോണിന് ഇന്നു മുതൽ വാട്സപ്പ് ലഭിക്കില്ല. സാംസങ് ഗാലക്സി S3, ഗാലക്സി നോട്ട് 2, ഗാലക്സി S3, ഗാലക്സി S4 മിനി, സോണി എക്സ്പീരിയ, നെക്സസ് 4 തുടങ്ങിയവയാണ് വാട്സപ്പ് പ്രവർത്തിക്കാത്ത പഴയ ചില ഫോണുകളുടെ പ്രധാനപ്പെട്ട മോഡലുകൾ. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് 2025 ജനുവരി മാസത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.